ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ക്രാക്ക് ദ ടെക്നിക്കൽസ്. സോ ഇന്ന് നമ്മളൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കാൻ പോകുന്നത്. 2025 ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ മിഷൻ റിസീവ്സ് ആൻ IPv4 ഡേറ്റാഗ്രാം. The protocol field of the IPv4 header has the protocol number of a protocol X. Which one of the following is not a possible candidate for X? Options: Internet Control Message Protocol ICMP, Internet Group Management Protocol IGMP, Open Shortest Path First OSPF, Routing Information Protocol RIP. So, ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണ രീതിയിൽ കുറച്ച് ഒരു ട്രിക്കി ആയിട്ടുള്ളതും കുറച്ച് ഡെപ്തിൽ നമ്മൾ നോക്കിയാൽ മാത്രം നമുക്ക് കിട്ടുന്നതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നോർമലി IPv4 ഹെഡറിനെ കുറിച്ചിട്ടും ഹെഡർ സൈസിനെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ഒരു നോർമലി ഒരു എന്താണ് ഒരു ഇൻഡെപ്ത് പോവാതെ പഠിക്കുന്നവര് നോക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ജസ്റ്റ് ഒരു IPv4 ഹെഡർ നോക്കി ഹെഡറിൽ ഏതൊക്കെ ഫീൽഡ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വരാം. സോ ഇപ്പോൾ നമ്മുടെ ഒരു നോർമലി ഉള്ള ഒരു IPv4 ഹെഡറിന്റെ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം IPv4 v4 ആയതുകൊണ്ട് തന്നെ വെർഷൻ 4 ആണ്. അപ്പോൾ വെർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇവിടെ 4 ബിറ്റിലാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് തോന്നുന്നു, IPv4 ഒരു കണക്ഷൻ ലെസ് പ്രോട്ടോകോൾ ആണ്. ഓക്കെ, പിന്നെ വെർഷൻ 4 യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് v4 എന്ന് പറയുന്നത്. വെർഷൻ 6 ആണെങ്കിൽ IPv6 എന്നൊക്കെ നമ്മൾ പറഞ്ഞേ. ഓക്കെ, അപ്പോൾ വെർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 4 ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. HELN എന്ന് പറഞ്ഞാൽ ഹെഡർ ലെങ്ത് ആണ്. അപ്പോൾ ഹെഡർ ലെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് 4 ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് സർവീസിന് വേണ്ടിയിട്ട് ഒരു 8 ബിറ്റ് ഉണ്ട്. ടൈപ്പ് ഓഫ് സർവീസ് എന്ന് പറയുമ്പം അതിനകത്ത് വരുന്നത് മാക്സിമം റിലയബിലിറ്റി, അതുപോലെ തന്നെ മിനിമം ഡിലേ, മാക്സിമം ത്രൂപുട്ട്, അങ്ങനെയൊക്കെ പറയുന്നതാണ് ഈ ടൈപ്പ് സർവീസിൽ വരുന്നത്. അപ്പം അതിനകത്ത് ഏത് സർവീസ് യൂസ് ചെയ്യുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് സർവീസ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു 16 ബിറ്റ് ആണ്. ഇവിടെ ഒരു ടോട്ടൽ ലെങ്ത് ഇവിടെ, അത് കഴിഞ്ഞിട്ട് ഒരു 16 ബിറ്റ് ഇവിടെ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഇത് 16, ഇവിടെ മൊത്തത്തിൽ നമ്മുടെ 8 നോക്കി ഇവിടെ ഒരു 16, അപ്പം മൊത്തം 32 ബിറ്റ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ നോർമലി 32 ബിറ്റ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു റോ നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു 16 ബിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലാഗിന്റെ ഫീൽഡുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ RES, DF, MF, മോർ ഫ്രാഗ്മെന്റ്സും അതുപോലെ തന്നെ റിസർവ്ഡ് ബിറ്റും അതുപോലെ ഡു നോട്ട് ഫ്രാഗ്മെന്റ് ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു ഇത്രയും ബിറ്റുകളൊക്കെ ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ഫ്ലാഗിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് ആണ്. ഫ്രാഗ്മെന്റ് ഓഫ്സെറ്റ് 13 ബിറ്റ് ആണ്. ഓക്കെ, ഇനി ടൈം ടു ലീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീൽഡ് നോർമലി എല്ലാവരും നോക്കി വെക്കുന്ന ഒരു ഫീൽഡാണ്. അപ്പൊ ഈ ടൈം ടു ലീവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മുടെ പാക്കറ്റ് വിടാൻ നേരത്ത് ആ നെറ്റ്വർക്കിൽ ഇങ്ങനെ ലൂപ്പിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം ടു ലീവ് അല്ലെങ്കിൽ TTL ഫീൽഡ് വെക്കുന്നത്. ഓക്കെ, അത് നോർമലി എല്ലാവരും TTL ഫീൽഡിനെ കുറിച്ചിട്ട് നോക്കി വെക്കാറുണ്ട്. ലൂപ്പിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഏത് ഫീൽഡാണ് IPv4 വെച്ചാൽ TTL ആണെന്ന് നമുക്ക് നോർമലി അറിയാനുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ പ്രോട്ടോകോൾ ആണ്. അപ്പൊ ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫീൽഡിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ പ്രോട്ടോകോൾ ഫീൽഡ്, അതിന്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രോട്ടോകോൾ ഫീൽഡ് നമ്മുടെ റിസീവിംഗ് ഡിവൈസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എങ്ങനെയാ ഇത് റിസീവിംഗ് ഡിവൈസിനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കൂടെ ഈ ഹെഡറിന്റെ കൂടെ വരുന്ന പേലോഡ് അല്ലെങ്കിൽ ഡേറ്റ ഉണ്ടല്ലോ, അപ്പൊ ഈ ഡേറ്റയെ അടുത്ത ലെയറിൽ ആരാണ് പ്രോസസ്സ് ചെയ്യേണ്ടത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോട്ടോകോൾ ഫീൽഡ് ഇവിടെ ഉള്ളത്, 8 ബിറ്റ്. അപ്പൊ അത് സാധാരണ പ്രോട്ടോകോൾ നമ്പർ ആയിട്ടായിരിക്കും കാണിക്കുക. ഓക്കെ, അത് TCP ഉണ്ട്, UDP ഉണ്ട്, ICMP ഉണ്ട്, IGMP ഉണ്ട്. അങ്ങനെ ഏകദേശം 255 പ്രോട്ടോകോൾസുകൾ
ഇവിടെ ഈ പ്രോട്ടോകോൾസിൽ വരുന്നുണ്ട്. ഓക്കെ, അതപ്പം 8 ബിറ്റിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടുത്തെ ഈ പ്രോട്ടോകോളിനെ സംബന്ധിച്ചിടത്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയാൽ പ്രോട്ടോകോൾ ഫീൽഡ് ഓഫ് ദി IPv4 header has the protocol number of a protocol X. ഓക്കെ, അപ്പോൾ ഈ എക്സിനകത്ത് ഈ പ്രോട്ടോകോളിൽ വരാൻ ചാൻസ് ഉള്ള ഏതൊക്കെ പ്രോട്ടോകോൾ ആണ് എന്നാണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ ഹെഡർ ചെക്സം 16 ബിറ്റ് ഉണ്ട്, പിന്നെ സോഴ്സ് IP ഉണ്ട്, ഡെസ്റ്റിനേഷൻ IP ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള നോർമലി ഉള്ള ഇതിപ്പോ 32 ബിറ്റ് എന്ന് പറയുമ്പോൾ 4 ബൈറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഇത്രയും പോർഷൻസ്, അതായത് നമ്മുടെ സോഴ്സ് ഡെസ്റ്റിനേഷൻ വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇത്രയും 4 ബിറ്റ്, അതായത് 1 2 3 4 5, അപ്പോൾ 5 × 4 20 ബൈറ്റ് വരത്തില്ലേ. ആ 20 ബൈറ്റ്സ് ആണ് നോർമലി ഒരു IPv4 ഹെഡറിന്റെ മിനിമം ഹെഡർ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഓപ്ഷൻ എന്ന് പറയുന്നത് 0 to 40 ബൈറ്റ് വരെ പോകാം. അപ്പൊ അതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്യുമ്പോൾ 20 കൂടെ 40 കൂടെ ആഡ് ചെയ്യുമ്പോൾ 60 ബൈറ്റ്. അപ്പം മാക്സിമം ഹെഡർ എന്ന് പറയുന്നത് അപ്പോൾ 60 ബൈറ്റ് വരെ വരാം. മിനിമം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ കട്ട് ചെയ്തിട്ട് വരുന്ന 20 ബൈറ്റ് ആയിരിക്കും മിനിമം ഹെഡർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ 20 ബൈറ്റ് ടു മിനിമം ഹെഡർ 20 ബൈറ്റ്, മാക്സിമം ഹെഡർ 60 ബൈറ്റ് എന്ന് പറയാനായിട്ടുള്ള കാര്യം അതാണ്. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രോട്ടോകോൾ ഫീൽഡ്. അപ്പോൾ പ്രോട്ടോകോൾ ഫീൽഡിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിന്റെ അടുത്ത ലെയറിൽ ഒരു റിസീവിംഗ് ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ലെയറിൽ ഡേറ്റ അല്ലെങ്കിൽ പേലോഡിനെ ആര് പ്രോസസ് ചെയ്യണം, ഏത് പ്രോട്ടോകോളിലേക്കാണ് ഇത് വിടേണ്ടത്. അപ്പോൾ നോർമലി നമ്മൾ പഠിക്കാൻ നേരത്ത് നമ്മൾ ഈ TCPയെ കുറിച്ചിട്ട് TCPയുടെ നമ്പർ ഈ പ്രോട്ടോകോൾ ഫീൽഡിൽ എഴുതി കാണാറുണ്ട്. TCPയുടെ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, പിന്നെ UDP എന്ന് പറഞ്ഞിട്ട് അതെല്ലാം പ്രോട്ടോകോൾ നെക്സ്റ്റ് ലെയർ പ്രോട്ടോകോൾ ലെയേഴ്സ് ആണല്ലോ, പ്രോട്ടോകോൾസ് ആണല്ലോ. അപ്പോൾ പ്രോട്ടോകോളിൽ UDP ആണ് പ്രോസസ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ നമ്പർ 17 എന്ന് കാണാറുണ്ട്. പിന്നെ ICMP ആണ് പ്രോസസ് ചെയ്യേണ്ടതെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾ നമ്പർ 1 ആയിട്ടും കാണാറുണ്ട്. നോർമലി ഇത്രയും നമ്പേഴ്സ് ആണ് സാധാരണ രീതിയിൽ നോക്കി വെക്കാറുള്ളത്. ഇപ്പൊ TCP 6ഉം UDP 17ഉം ICMP 1 എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി വെക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ കാൻഡിഡേറ്റ് ആകാൻ ചാൻസ് ഇല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ICMP നമ്മൾ ഓൾറെഡി നോക്കുന്നതാണ്, അതിന്റെ പ്രോട്ടോകോൾ നമ്പർ 1 ആണ്. അതുപോലെ തന്നെ തൊട്ടടുത്ത് വരുന്ന ICMPയുടെ കൂടെ നെക്സ്റ്റ് നോക്കി കഴിഞ്ഞാൽ ആ നെക്സ്റ്റ് വരുന്ന പ്രോട്ടോകോൾ ആണ് ഈ IGMP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ IGMPക്കും പ്രോട്ടോകോൾ നമ്പർ ഉണ്ട് IPv4. പിന്നെ വരുന്ന ആൾ ഈ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ആണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ ഷോർട്ടസ്റ്റ് പാത്ത് ഒരു റൂട്ടിംഗ് പ്രോട്ടോകോൾ ആണല്ലോ. റൂട്ടിംഗ് പ്രോട്ടോകോളിന് ഇവിടെ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. OSPFന് ഉറപ്പായിട്ടും IPv4 ഹെഡറിൽ പ്രോട്ടോകോൾ നമ്പർ ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത ആള് റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ ആണ്. റൂട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോളിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ RIPക്ക് സ്വന്തമായിട്ട് ഒരു പ്രോട്ടോകോൾ നമ്പർ IPv4 ഇല്ല. അപ്പൊ എങ്ങനെയാ ഇത് കാണിക്കുക എന്ന് വെച്ചാൽ RIP നോർമലി UDPയില് എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ടാണ് IPv4 ഹെഡറിൽ വരിക. ഓക്കെ, അപ്പോൾ ICMPക്കും IGMPക്കും OSPFനും ഒക്കെ സ്വന്തമായിട്ട് പ്രോട്ടോകോൾ നമ്പർ ഉണ്ട്. പക്ഷെ RIPക്ക് നമ്മുടെ IPv4 ഹെഡറിൽ നമ്പർ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോസിബിൾ കാൻഡിഡേറ്റ് ഫോർ X. അപ്പൊ X ആകാൻ ചാൻസ് ഇല്ലാത്ത ആള് ആരാണ്? RIP ആണ്.